ശബരിമലയിൽ ശരിക്ക് ധർമ്മശാസ്താവിൻ്റെ ഒരു പീഠം ഉണ്ട്. വനായതനം എന്ന് പറയും. ആയതനം വീടാണ്, ദേവതയുടെ ആയതനം, വനത്തിനകത്തുള്ളൊരു വീട് ധർമ്മശാസ്താവിൻ്റെ. പൊതുവേ ശാസ്ത്ര ക്ഷേത്രങ്ങൾക്ക് മേൽക്കൂര ഉണ്ടാവില്ല. പൊതുവെ അമ്പരം കാണുന്ന രീതിയിൽ ആണത് അതിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവുക. ഒരു പീഠം, ഒഴിഞ്ഞ പീഠം, അവിടെ വിളക്ക് തെളിക്കുന്നു, ആചരണങ്ങൾ ചെയ്യുന്നു. അല്ലാതെ അവിടെ ഒരു വിഗ്രഹം ഉണ്ടാവില്ല. പ്രകൃതിയിൽ നിന്ന് ഉപചാരങ്ങൾ അതെ, ഉപചാരങ്ങൾ ഏറ്റുവാങ്ങുന്നു, മഴയും വെയിലും ഒക്കെ. അങ്ങനെ അനേകം ശാസ്ത്ര ക്ഷേത്രങ്ങൾ കേരളത്തിൽ കാണാം. വനായതനങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് നിയതമായ പൂജാ പദ്ധതികൾ ഇല്ലെങ്കിൽ കൂടെയും ആ ചൈതന്യത്തിന് ലോപം വരുന്നില്ല എന്നുള്ളതാണ് സങ്കല്പം. അതിനെ ക്രമബദ്ധമായിട്ടൊരു താന്ത്രിക സംവിധാനം എന്ന് പറയുമ്പോൾ ആഗമശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്കി തീർക്കുന്നത് ബ്രാഹ്മണരാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ, അദ്ദേഹത്തെ ധർമ്മശാസ്താവിൻ്റെ തന്നെ അവതാരമായിട്ട് കാണുന്നുണ്ട്. ഇനി അങ്ങനെ അല്ല എങ്കിൽ കൂടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരൻ, ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവ്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന, അതായത് ഭൗതിക ശരീരം വെടിയുന്ന സമയത്ത് ഈ ശാസ്ത്രക്ഷേത്രത്തിൻ്റെ പീഠത്തിനു മേലെ 2 പാദം ചേർത്ത് വയ്ക്കാവുന്ന അത്രയും സ്ഥലം മാത്രം കൗക്കുടിക വൃത്തി എന്ന് പറയുന്നത് പോലെ, കൗക്കുടിക വൃത്തി സന്യാസിക്കുള്ളതാണ്. ദൃഷ്ടി ഒരു കോഴി പൊരുത്തേയിരിക്കുന്ന ഭാഗത്ത് അത്ര ദൂരം മാത്രമേ, അത്ര വട്ടത്തിൽ മാത്രമേ പോകാവുന്നതാണ്. കുടീചക വൃത്തി, പ്രാണൻ വെടിയാൻ നേരത്ത് മഹാപുരുഷന്മാർ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പാദം മാത്രം ചേർത്ത് താൻ സമാധി വിലീനനാവാൻ പോവുകയാണ്. നമ്മുടെ ദൃഷ്ടിയിലുള്ള മരണമല്ല അത്. ജീവനെ പൂർണ്ണമായും വെടിഞ്ഞു കളയുന്നൊരു ജീവത്യാഗമല്ല, മറിച്ച് പ്രാണനെ ഹൃദയത്തിൽ ലയിപ്പിക്കുന്ന ക്രിയയാണ്. ഇതിന് ഉദാഹരണം അറിയണമെങ്കിൽ ഭഗവാൻ രമണ മഹർഷി ശരീരം വെടിയാനായ സമയത്തൊരു ഭക്തൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്ന്. ഭഗവാൻ പറഞ്ഞു, വേർ ക്യാൻ ഐ ഗോ, ഐ എം ഓൾവേസ് ഹിയർ. അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അവബോധത്തിൻ്റെ തലത്തിൽ നിന്നാണ്. ഞാൻ എവിടെയാണ് പോവുക? ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. ശരീരം പോവുകയും വരികയൊക്കെ ചെയ്യും. അതേ അവസ്ഥ അനുഭവിച്ചിരുന്ന അയ്യപ്പൻ വ്യക്തി ബോധത്തെയാണ് അവിടെ ലയിപ്പിക്കുന്നത്. അയ്യപ്പൻ ആ 2 പാദം ചേർത്ത് വെക്കാവുന്ന അത്രയും സ്ഥലം മാത്രമേ പീഠത്തിന് മേലെടുത്തിട്ടുള്ളൂ, ഭൂമിയിൽ അയ്യപ്പൻ എടുത്തിട്ടുള്ളൂ. എന്തിനാണ് ഈ പട്ടം ബന്ധിക്കണമെന്ന് വെച്ചാൽ, സമാധിസ്ഥനായി ശരീരബന്ധം വിട്ടുകഴിഞ്ഞാൽ അത് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിഹ്നമായി പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി തന്നെ സമാധി ഇരുത്തിയതാണ്. പറഞ്ഞുകൊണ്ടാണ് മഹാത്മാരൊക്കെ ശരീരം വെടിയാറ്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സന്യാസിമാരൊക്കെ നിഷ്ഠ എന്താണെന്ന് അറിയണമെങ്കിൽ അവരുടെ മരണം നമ്മൾ കാണേണ്ടി വരും. അവരെങ്ങനെ മരിക്കും, ജീവിച്ചത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ മരണത്തിൽ നോക്കിയാൽ മതി എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. അത് ഈ പറഞ്ഞ ആളുകളൊക്കെ ശരിയാണോ ചെയ്തതെന്ന് അറിയണമെങ്കിൽ അയ്യപ്പനെ പോലെ ഇരുന്ന് മരിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പൊ അയ്യപ്പൻ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോട് അദ്ദേഹം പറഞ്ഞു, പന്തള രാജാവ് അടക്കമുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്, വൃശ്ചിക മാസം പുലരുമ്പോൾ ഞാൻ വീണ്ടും ജീവഭാവത്തെ കൈക്കൊണ്ട് ഒരു കോൺസെപ്ച്വൽ ഇൻകാർണേഷൻ, ആശയപരമായിട്ടുള്ളൊരു അവതാരം, അതായത് അയ്യപ്പൻ വീണ്ടും എഴുതി തുറക്കുമെന്നൊരു സങ്കല്പം വെച്ചിരിക്കുകയാണ്, നോട്ട് ഫിസിക്കൽ. അപ്പോൾ ആ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ കാരണം ആ സമാധി മാതൃകയിലാണ്. അത് ഓപ്പൺ സ്പേസ് അല്ല. ശാസ്താവിൻ്റെ ക്ഷേത്രം ഓപ്പൺ സ്പേസ് ആയിരുന്നു. സമാധി മന്ദിരം വന്നാലോ അത് മൂടണം. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രം വെറുമൊരു ക്ഷേത്രമല്ല, ഒരു മഹാത്മാവിൻ്റെ സമാധി മണ്ഡപം കൂടിയാണ്. അതിൻ്റെ ബഹുമാനമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമാധി പോകുന്ന സമയത്ത് അയ്യപ്പൻ എന്തു പറഞ്ഞുവോ അതാണ് നമുക്ക് പ്രമാണം. അതെങ്ങനെ അറിഞ്ഞു? അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവിൽ നിന്ന് അറിഞ്ഞു. അതിനപ്പുറത്ത് അതിൽ ചോദ്യത്തിന് ആവശ്യമില്ല. അയ്യപ്പ ശരണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30.